സമാനതകളില്ലാത്ത തിരച്ചിൽ 6ാം ദിവസവും തുടർന്നപ്പോൾ ഇന്നും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. രാവിലെ 8 മണി മുതൽ തന്നെ മുണ്ടക്കൈ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. വൈകുന്നേരമായപ്പോഴും ഈ പ്രദേശത്തിന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. ആർമി ഉദ്യോഗസ്ഥരും NDRFും സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ പ്രദേശത്ത് നിന്ന് മടങ്ങി തുടങ്ങി. JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണാർത്ഥത്തിലുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും നടന്നത്. നാളെയും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് സൂചന. ഇപ്പോഴും കാണാമറയത്തുള്ളവരെ കണ്ടെത്താൻ ആകുന്നില്ല. ഇനിയും എത്ര നാൾ തിരച്ചിൽ തുടരേണ്ടി വരുമെന്നതിലും വ്യക്തതയില്ല. എന്നിരുന്നാലും ഉച്ചവരെ കാത്ത് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഓരോ നിമിഷവും പ്രതീക്ഷയാണ്. തങ്ങളെ തേടി തങ്ങളുടെ ബാക്കിയുള്ളവർ എത്തുമെന്നും ഓരോ നിമിഷവും അവർ കരുതിക്കൊണ്ടേയിരിക്കുന്നു. മഹാപ്രളയം നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴും ദുരന്തത്തിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറുന്നില്ല. ഇനിയൊരു തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് പറയാനുമാകില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കുമുള്ളത്. അത്തരത്തിൽ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് കഴിയുന്നവർക്ക് അതിവേഗം സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാം. മുണ്ടക്കൈയിൽ നിന്നും ക്യാമറ പേഴ്സൺ കണ്ണനോടൊപ്പം ഫൈസൽ നെടുമ്പാല, ടീം മീഡിയ 1.